നമുക്ക് എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് സെയിൽസ് ഇൻവോയ്സ് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മൾ ഈ സെയിൽസ് എൻട്രിയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫോം വരും. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി ജനറേറ്റ് ചെയ്ത ഇൻവോയ്സസ് ആണ്. ഇതിൻ്റെ അകത്ത് ഈ ന്യൂ സെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു സെയിൽസ് എൻട്രി ഫോം വരും. ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് നമ്മൾ കസ്റ്റമറെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഒരു കസ്റ്റമറെ ചൂസ് ചെയ്യാനുണ്ട് 1028. ഇവിടെ ഈ കാണിക്കുന്നത് ഇതിൻ്റെ ബാലൻസ് എമൗണ്ടാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്കിത് ഏത് ടൈപ്പ് ബില്ലാണെന്ന് വെച്ചാൽ ടാക്സ് ബില്ല് ഏത് ടൈപ്പ് വെച്ചാൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സിംപ്ലിഫൈഡ് ടാക്സ് ബില്ല്. ഓക്കെ, പിന്നെ അത് ക്രെഡിറ്റ് ഇൻവോയ്സ് ആണ് വേണ്ടത് വെച്ചാൽ അവിടെ ക്രെഡിറ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഐറ്റംസ് ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം പ്രീവിയസ്ലി പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അറിയാൻ പറ്റും ഈ കസ്റ്റമർ. അപ്പോൾ ഈ സാധനം മുമ്പ് കസ്റ്റമർ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന ഡേറ്റിന് ₹50 ഒന്നാണ് ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അതിനുശേഷം ഞാനിപ്പോൾ ഒറ്റ ഐറ്റംസ് എൻ്റർ ചെയ്യുന്നുള്ളൂ. സേവ് അടിക്കുക, പിന്നെ നമ്മൾ പോസ്റ്റ് അടിക്കുക. അപ്പോൾ ബാലൻസ് കൂടി കണ്ടില്ലേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ റെസിപ്റ്റ് വൗച്ചർ ചെയ്യാൻ പറ്റും. ഈ റെസിപ്റ്റ് വൗച്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം റെസിപ്റ്റ് വൗച്ചർ ഫോം വരും. ഇവിടെ ആ കസ്റ്റമറുടെ നെയിം ഓൾറെഡി ഡിസ്പ്ലേഡ് ആണ്. ഇവിടെ ഞാൻ എത്രയാണ് ഇയാൾ എമൗണ്ട് തരുന്നത് വെച്ചാൽ ഞാൻ ₹100 എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് ഏതാണോ ബാങ്ക്, ഞാൻ ബാങ്ക് റാജി കൊടുത്തു. ഇത് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇത് ഓട്ടോ ജനറേറ്റഡ് ഒരു വൗച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. റാജി ബാങ്ക് ഡെബിറ്റ് ചെയ്ത് അക്കൗണ്ട്സ് റെസീവബിൾ ക്രെഡിറ്റ് ചെയ്തു. അത് ഓട്ടോ ജനറേറ്റഡ് ആണ്. അതിനുശേഷം നമ്മൾ സേവ് അടിച്ച് കൊടുക്കുക. പിന്നെ പോസ്റ്റും കൂടി ചെയ്യുക. ഇത് ബിൽ വൈസ് സെറ്റിൽമെൻറ്റ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. കാരണം നമുക്കൊരു പർട്ടിക്കുലർ ബില്ലോട്ട് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. ഇപ്പോൾ ടോട്ടലി 955.09 ബാലൻസ് ഉണ്ട്. ഇത് വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അത് ബാക്ക് എടുക്കാം. നേരെ വീണ്ടും വൗച്ചറിലോട്ട് പോകും. ഇവിടുന്ന് വീണ്ടും ബാക്ക് എടുക്കുമ്പോൾ നേരെ സെയിൽസ് ഇൻവോയ്സിലോട്ട് പോകും. ഓക്കെ, ഇങ്ങനെയാണ് സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുക.